30 ലക്ഷം രൂപയുടെ സേവന പദ്ധതികളുമായി കരുനാഗപ്പള്ളി നിവാസികളായ പ്രവാസികളുടെ കൂട്ടായ്മയായ കരുനാഗപ്പള്ളി അസോസിയേഷൻ കരുണ 22ാം വാർഷികത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പുത്തൻതെരുവ് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിതരണവും നടക്കും. പ്രവാസി പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വീടിന്റെ സഹായ വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുനാഗപ്പള്ളി നിവാസികളായ പ്രവാസികളുടെ കൂട്ടായ്മയായ കരുനാഗപ്പള്ളി അസോസിയേഷൻ കരുണ 23ാം പ്രവർത്തന വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് 30 ലക്ഷത്തോളം രൂപയുടെ വിവിധ സേവന പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കാലയളവിൽ നമ്മൾ ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കും. നാട്ടിലും ജില്ലയിലുമായിട്ട് ഒട്ടനവധി കാരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ 22ാം തീയതി ഓഗസ്റ്റ് 22ാം തീയതി ശനിയാഴ്ച നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ ഓണാഘോഷം, അതായത് കരുനാഗപ്പള്ളി യൂണിറ്റിൻ്റെ ഓണാഘോഷമാണ്. അത് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതിൽ നമ്മൾ ആഘോഷം ഉണ്ടെങ്കിൽ തന്നെ അതിനുപരി ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഏകദേശം 30 ലക്ഷം രൂപയുടെ കാരണ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. ശനിയാഴ്ച പുത്തൻതെരുവ് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിതരണവും നടക്കും. പ്രവാസി പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനവും പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ സഹായ വിതരണവും 2 ലക്ഷം രൂപയുടെ വീട് പുനരുദ്ധാരണ പദ്ധതിക്കും അന്നേ ദിവസം തുടക്കമാകും. അതിന്റെ ഭാഗമായി നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം ഈ വർഷത്തെ ഹൈലൈറ്റ് 2 വീടുകൾ മൊത്തത്തിൽ വെച്ചു കൊടുക്കുന്നു. ഒരു വീടിന്റെ മെയിൻ്റനൻസ് നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ സമർത്ഥരായ 4 കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള 10-12 ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വിതരണം, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ വളരെ നല്ലൊരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് വരുവാണ്. മെഡിക്കൽ ക്യാമ്പ് വിത്ത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് രജിസ്റ്ററുമായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രജിസ്റ്ററിന്റെ ഓവാക്കാവിലുള്ള മെഡിക്കൽ സെന്റർ അതുപോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയും SSLC+2 വിദ്യാർത്ഥികൾക്കായുള്ള മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്യും. എലിസ്റ്റർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം CR മഹേഷ് MLA-യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണ ഉദ്ഘാടനം മുൻ MLA ഡോക്ടർ സുജിത് വിജയൻ പിള്ളയും നിർവഹിക്കും. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കും. നേരത്തെ കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി താലൂക്കിലെ 400ഓളം ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. നിലവിൽ ദുബായ്, ഷാർജ, അജ്മാൻ എന്നീ എമിറേറ്റ്സുകളിലും കരുനാഗപ്പള്ളിയിലും യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഓണാഘോഷം നമ്മുടെ നാടൻ കലാരൂപങ്ങൾ തിരുവാതിര, കരകളി, അതുപോലെ ചെണ്ടമേളം, മാവേലി ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവും. 2 മണിക്ക് നമ്മൾ പൊതു സമ്മേളനം ഉണ്ടാവും. അതിൽ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്യും. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ MLA ഡോക്ടർ സുജിത് വിജയൻ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് നമ്മുടെ എല്ലാ യൂണിറ്റിലെ പ്രസിഡന്റുമാർ, അതുപോലെ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, വാർഡ് മെമ്പറുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് നിസാർ വെളിയിൽ, ജനറൽ കൺവീനർ നുജുമുദ്ദീൻ മറവിനാൽ, ഹാഷിം മീനത്തേരിൽ, ബുഖാരി, A. സിയാദ്, നജീം ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.